സ്വർഗീയ അഗ്നി, ഹെവൻലി ഫയർ, ഹെവൻലി ഫയർ. ആ സ്വർഗീയ അഗ്നി നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുള്ള അന്ധകാരം നീങ്ങിപ്പോകും. പിശാചനിക വർഷങ്ങളായി നിങ്ങളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. അതിപ്പോൾ തന്നെ അഴിഞ്ഞു തുടങ്ങിയ എന്താ അനുഭവപ്പെട്ടത്? മെഡിക്കൽ സെൻ്ററിലെ റിപ്പോർട്ടാണിത്. പൂർണ്ണമായിട്ട് ആ സിസ്റ്റ് മാറുകയുണ്ടായി. അത്ര ശക്തമായൊരു വിടുതലാണ് ഈ മകൾക്ക് കിട്ടിയത്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. പോലെ നെഞ്ചു വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നുന്നു. ഇതിനകത്ത് ഞങ്ങൾ വരുമ്പം വരെ ഇവിടെ വരെ ഇങ്ങനെ കാണാൻ വരുന്നൊരു ചുമപ്പ് കളർ. ഈ കാഴ്ച തന്ന ആരാ? യേശു. നേരത്തെ കണ്ണ് തുറക്കത്തില്ല. ഇല്ല. എനിക്ക് ആദ്യം മുഖമൊന്നും കാണൂലായിരുന്നു. ഇപ്പം മുഖം കുറച്ച് കാണുന്നുണ്ട്. ഇതിന് വേണ്ടി തലത്തിട്ട് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കഴുത്തുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. കാലിന് വേദനയായിട്ട് നടക്കാൻ പോലും വയ്യാതെ ഞാൻ ഇങ്ങോട്ട് വന്നേ. കാല് നടക്കാം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായം വേണം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളൂ. ശക്തി നിങ്ങളോട് പോരാടുന്നവർ നിങ്ങൾ പറ, പിശാചേ നിനക്ക് എന്റെ മേൽ ഒരു ദോഷവും വരുത്താൻ കഴിയത്തില്ല, കാരണം എന്റെ അകത്തിരിക്കുന്നവൻ ശക്തനാണ്. അത്ഭുതങ്ങൾ ഒരിക്കലും മനുഷ്യനെ രക്ഷിക്കത്തില്ല. രക്ഷിക്കുമോ? അത്ഭുതങ്ങൾ മനുഷ്യനെ രക്ഷിക്കുമോ? ഇപ്പം ചില ആളുകൾ ചോദിക്കുക, അയ്യോ ഇതൊക്കെ അറിയാതെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അത്ഭുതങ്ങൾ രക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൂർലോസ്തിരിമേൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ രക്ഷിക്കയില്ല, വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുക മാത്രമേ ഉള്ളൂ. ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചാലും ആ അത്ഭുതങ്ങൾ നമ്മെ രക്ഷിക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ എത്ര വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചാലും ആ അത്ഭുതങ്ങളിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കത്തില്ല. ആ അത്ഭുതങ്ങൾ നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു പാലമാക്കി തീർക്കുകയുള്ളൂ. ലാസർ മരിച്ചു അല്ലേ? ലാസർ ദീനം വന്ന് മരിച്ചു. ദീനമായി കിടന്നപ്പോൾ തന്നെ സഹോദരിമാരും യേശുവിനെ വിവരം അറിയിച്ചു. അത്രയ്ക്ക് പരിചയം അവർക്കുണ്ടായിരുന്നു. ആ ഭവനത്തിൽ വന്ന പല പ്രാവശ്യം ആതിഥ്യം സ്വീകരിക്കുകയും അവർ യേശുവിനെ നല്ലവണ്ണം ശുശ്രൂഷിക്കുകയും ചെയ്ത സഹോദരിമാരാണ്. അവർ ആള് വിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ സഹോദരൻ ലാസർ മരണാസന്നനായി കിടക്കുന്നു, നീ ഒന്ന് വന്നാൽ രക്ഷപ്പെടും. യേശു വന്നില്ല. യേശു എപ്പോഴാണ് വന്നത്? മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയിലേക്ക് യേശു വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കർത്താവ് എന്ന് പ്രവർത്തിച്ചെങ്കിൽ, സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ, എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാ യേശു? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും രോഗങ്ങളും ഒരുപാട് വലുതാണ്. ഈ സമയത്ത് യേശു ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു വന്നത് താമസിച്ചാണെങ്കിലും അവിടെയും ചില അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഒന്നാമതായിട്ട്, അവനെ അംഗീകരിക്കാതിരുന്ന യഹൂദന്മാരിൽ ചിലർ യേശുവിനെ വിശ്വസിച്ചു. ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവർ ആ സമയം വിശ്വസിക്കുകയാണ്. തന്നോട് കൂടെ നടന്ന് ഈ അത്ഭുതങ്ങളെ ഒക്കെ കാണുന്ന ശിഷ്യന്മാർ, ഇതാ യേശു മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണെന്ന് വിശ്വസിക്കുവാൻ ലാസറിന്റെ മരണം ഇടയാക്കി. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില താമസങ്ങൾ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാത്ത അത്ഭുതം, അത് പിന്നീടാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ 40-50 വർഷമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം അതേ ഉത്തരമല്ലാതിരുന്ന പല വിഷയങ്ങളും കാണും. ഇന്ന് ആ വിഷയങ്ങളെ ദൈവം മാനിക്കുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന വിടുതൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവം ചില അത്ഭുതങ്ങളെ മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവരുന്ന കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒന്നുകൂടെ. ഇത് സംസാരിച്ചിട്ട് യേശു മാറിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വലിയ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ, അത് സയന്റിഫിക്കലി ഓർ മെഡിക്കലി ഡിസപ്രൂവ് ആയിട്ടില്ല. പല രോഗികളും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, നിങ്ങളും പോകാറുണ്ട്. നമുക്കിപ്പം പൈസയൊക്കെ ഉള്ള ഒരു യുഗമായതുകൊണ്ട് രോഗങ്ങൾ എപ്പോഴും നമുക്ക് പേടിയാണ്. ഒരു നല്ല പനി വന്നാൽ പോലും നമുക്ക് ഭയം വരും. അപ്പോൾ തന്നെ നമ്മൾ ബാങ്കിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ അത് എടുക്കാൻ ഒത്തില്ലെങ്കിലും കാർഡുണ്ടല്ലോ, പലരുടെയും കയ്യിൽ കാർഡുണ്ട്. അതുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് ഒരു ഓട്ടം അങ്ങ് ഓടും. അവിടെ ചെന്ന് ഡോക്ടർമാർ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ചില ആളുകൾക്ക് സൗഖ്യം വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലിൽ പോയി സൗഖ്യം ലഭിക്കാറുണ്ട്. പോകരുതെന്നല്ല, അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകരുതെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാനും പോകാറുണ്ട് ഹോസ്പിറ്റലിൽ. ഹല്ലേലൂയ. ഞാനും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, നിങ്ങളും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പോകരുതെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷെ പലപ്പോഴും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ, ബാങ്കിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ തീർന്നു കഴിയുമ്പോൾ പല ഡോക്ടർമാരും പറയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി പറ്റുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. അവര് പറയും, ഇച്ചിരി വിശ്വാസമുള്ള ഡോക്ടർമാരാന്ന് പറയും, ഇനി പ്രവർത്തിക്കാൻ ദൈവത്തിനേ കഴിയൂ. നമ്മുടെ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറഞ്ഞ ചിലരുടെ വായിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത് ഇന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത് ഇന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ മനസ്സിലാക്കിയ ഡോക്ടർ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. ഇതിനകത്ത് പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന എൻ്റേതായ കഴിവിൽ ഒരു 0.1% പോലുമില്ല. ആരുടെ ശക്തിയാ? ആരുടെ ശക്തിയാ? ദൈവത്തിൻ്റെ ശക്തി. ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, യേശു ചെയ്ത അത്ഭുതങ്ങൾ അതേപോലെ ഇന്ന് വരെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, എൻ്റെ ദാസന്മാർ ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യും. ചെയ്യുവോ? ചെയ്യും. എത്ര വലുത് ഈ കൂർലസ് മെത്രാച്ചനെ കൂടെ ചെയ്താലും ക്രെഡിറ്റ് ആർക്കാ പോകുന്നതും പോകേണ്ടതും? അത് യേശുവിന് തന്നെയാണ്. യേശുവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. യേശു ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു അത്ഭുതം നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ ചെയ്യുന്നുവെങ്കിൽ അവൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇന്നാരെങ്കിലും വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തൊടുമെങ്കിൽ, കർത്താവ് ഇന്നും പറയുന്നു, നിങ്ങളുടെ ശരീരം എനിക്ക് ആവശ്യമാണ്, നിങ്ങളുടെ കൈകാലുകൾ എനിക്ക് ആവശ്യമാണ്, ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകം അറിയേണ്ടതിന് നിങ്ങളിലൂടെ ഞാൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യേശുവിൻ്റെ അത്ഭുതങ്ങൾ അസാധാരണമായ അത്ഭുതങ്ങളാണ്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ അസാധാരണമായ അത്ഭുതങ്ങളാണ്. യേശുവിലൂടെ ലഭിക്കുന്ന അത്ഭുതങ്ങൾ അത് അസാധാരണമായ അത്ഭുതവും സൗഖ്യവുമാണ്. ആ അത്ഭുതങ്ങളാണ് ഇന്ന് നിങ്ങൾ കടന്നു വരുന്ന പ്രിയപ്പെട്ടവര്. സ്നാപക യോഹന്നാന്റെ അത്ഭുതം കണ്ട് അത്ഭുതപ്പെട്ട ജനങ്ങൾ യേശുവിൻ്റെ അത്ഭുതം വ്യത്യസ്തമായതായിരുന്നു എന്ന് കാണുന്നു. യോഹന്നാൻ കാരാഗൃഹത്തിൽ കടന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങൾ അറിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു.
ചോദിക്കുന്ന ചോദ്യമുണ്ട്. വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, എന്താ കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കേണ്ടത്. ആരായി ദരിദ്രർ? വീട്ടിൽ റേഷനരി മേടിക്കാനില്ലാത്തവരാണോ? റേഷനരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും റേഷൻ കടകളിൽ നിന്ന് റേഷനരി ഫ്രീ ആയിട്ട് കിട്ടും. പണ്ട് 2 കിലോ കിട്ടുമെങ്കിൽ ഇപ്പോൾ 15 കിലോ കിട്ടും. അപ്പോൾ അവിടെ ദരിദ്രന്മാരെ കുറിച്ചാണോ പറയുന്നത്? ആണോ? എങ്ങനെയുള്ള ദരിദ്രരെ കുറിച്ചാണ്? സുവിശേഷം അറിയാത്ത, സുവിശേഷം കേൾക്കുവാൻ അവസരമില്ലാത്തവരോട് ദൈവത്തിന്റെ വചനം അറിയിക്കുക. നമുക്ക് സുവിശേഷം ആരോടെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കും. ആരെങ്കിലും തിരിച്ച് ഒന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ സുവിശേഷത്തെ സ്റ്റോപ്പ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെല്ലുവിളികൾ നിറഞ്ഞൊരു ലോകത്തിൽ ദൈവവചനത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ കടമയും കർത്തവ്യം. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ ഉള്ളിടത്ത് ചെന്ന് ദൈവവചനം പറയുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതം വെളിവാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ അത്ഭുതം ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാൻ പോവുകയാണ്. യേശു, എൻ്റെ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. മനുഷ്യപുത്രനായ യേശു ഗലീലയുടെ 70 മൈൽ ചുറ്റളവിൽ അവൻ 3.5 വർഷക്കാലം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുവെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു, ആത്മാവിൽ ജീവിക്കുന്ന യേശു ഇന്ന് നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു രോഗിയായി നീ കടന്നു വന്നുവെങ്കിൽ, ഒരു പ്രതിസന്ധിക്കകത്താണ് ഇന്ന് നീയെങ്കിൽ, കടഭാരത്തിനകത്താണ് നീയെങ്കിൽ, മുൻപോട്ട് പോകുവാൻ വഴിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയാണ് നിന്റെ ജീവിതത്തെങ്കിൽ, നിന്റെ തലമുറയുടെ അവസാനിക്കാൻ പോകുന്നുവെന്ന് പിശാച് നിന്നോട് പറയുന്നുവെങ്കിൽ, അവരുടെ നന്മകളെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നുവെങ്കിൽ, ആ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു രോഗത്തെ മാറ്റാൻ കഴിവുള്ളവനാണ്. എത്ര ഭാരത്തോടുകൂടിയായാലും, എത്ര വേദനയോടുകൂടിയാണ് നീ കടന്നു വന്നത് എങ്കിലും നിന്നിൽ ചില അത്ഭുതങ്ങളെ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ഇത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പകൽക്കാലമാണ്. ഈ വെള്ളിയാഴ്ച ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു പകൽക്കാലമാണ്. നിരാശയോടുകൂടെയാണ് നീ ഇന്ന് കടന്നു വന്നിരിക്കുന്നെങ്കിൽ നിന്റെ നിരാശയെ മാറ്റി നിന്നെ സമാധാനത്തോടെ തിരികെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ഭവനത്തിലെ ഭാരമേറിയ വിഷയങ്ങൾ, നിന്റെ ഭവനത്തിലെ ഭാരമേറിയ വിഷയങ്ങൾ, കുടുംബ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുടെ മേൽ ശത്രുവിട്ടിരിക്കുന്ന വലിയ ഭാരങ്ങൾ, അവർ പഠിച്ചിട്ടും അവർക്ക് ജയിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അവർ പഠിച്ച് ജയിച്ചിട്ടും അവർക്കൊരു ജോലി കിട്ടാത്ത അവസ്ഥ, കടഭാരങ്ങളാൽ മൂടപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, ജീവിതത്തിൽ എങ്ങും എത്താത്തൊരവസ്ഥ. ഇന്ന് ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും, എൻ്റെ തലമുറ എവിടെ പോയി അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവരിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാരത്തോടെ നിങ്ങൾ കടന്നു വന്നാലും ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ നിറയപ്പെട്ട ദൈവത്തെ ആരാധിച്ച് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുന്നുവെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് വെളിപ്പെടുക തന്നെ ചെയ്യും. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് ശക്തമായി ദൈവത്തെ ആരാധിക്കാം. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ട ഒരു സാക്ഷ്യം പറയാനാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു.
ഇയർ ബാലൻസ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളവർ ഇവിടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല. 4 മണിക്കൂറോളം നമ്മളെ അടിച്ച് താഴെ ഇട്ടുകളെ ജീവൻ പോകാൻ വരെ അത് മതിയാവും. അങ്ങനെ ഞാൻ 27 വർഷമായിട്ട് സഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് അതിഭയങ്കരമായിരുന്നു. ഞാൻ മരണത്തിൻ്റെ പക്കൽ വരെ എത്തിയതായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേയാഴ്ച വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. തിരുമേനി എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് എനിക്ക് സൗഖ്യം വന്നു. പിന്നെ ഈ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച തിരുമേനിക്കും എനിക്ക് പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. 27 വർഷമായി ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമായിരുന്നു ഈ സഹോദരന്. ഏതൊക്കെ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു? ഞാൻ പിന്നെ ബോംബെയിലായിരുന്നു. അവിടെ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞു. 10 വർഷത്തേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇതുപോണക്ക് വീണ്ടും വന്നു. ഞാൻ ശാസ്താംകോട്ടെ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടറും പറഞ്ഞ് 10 വർഷം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. വീണ്ടും 10 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ പോയത് കൊട്ടിയത്ത് ഹോളി ക്രോസിലാണ്. അവിടെ ചെന്ന ഡോക്ടർ എന്നെ തല സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു തലയ്ക്കൊരു അസുഖമില്ല, ഇത് മാറുന്ന രോഗമല്ല, മാറത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം നമ്മുടെ ഇതിന് വേണ്ടി ഒരു ഗുളിക തരാം, അത് കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് 2 മാസമായിട്ട് അതിഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഞാൻ വണ്ടി കയറി ചാവേണ്ടുന്നതായിരുന്നു. ഭയങ്കരമായിട്ട് അതെങ്ങനെ വണ്ടി കയറി ചാവുന്ന ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വന്നാൽ? ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഭരണിക്കായി വരെ പോയായിരുന്നു. പോകുന്ന വഴിക്ക് ഇതെനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അപ്പം ഭരണിക്കാവ് റൂട്ടെന്ന് പറയുന്നത് അടൂർ ഭരണിക്കാവ് റൂട്ട് ദാസം കരുനാഗപ്പള്ളി എപ്പോഴും വണ്ടിയും ബൈക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് നടക്കാൻ വയ്യാതായിപ്പോയി. ഞാൻ കറങ്ങി പല വണ്ടികളുടെയും കീഴിൽ പോയി കയറിയതാണ്. ഇന്ന് അവിടെ എല്ലാം എന്നെ ദൈവം തമ്പുരാൻ രക്ഷിച്ചു. ചുരുക്കം പറഞ്ഞാൽ 27 വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായി. തലകറങ്ങി ഇങ്ങനെ വീഴുമോ? വീണിട്ടുണ്ട്. തലകറങ്ങി വീണിട്ട് കൊണ്ട് ഛർദ്ദിക്കും. ഇത് വന്ന ആളിനെ ഭയങ്കര ഛർദ്ദിലായിരിക്കും. ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു ഭാരം ഇറങ്ങിപ്പോയി. അന്നേരത്തെ പറഞ്ഞായിരുന്നു ഡോക്ടർ, ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നതായിട്ട് തോന്നി. ഒരു ഭാരം ഇറങ്ങിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ആഴ്ച ഒന്നും വന്നിട്ടില്ല. ഇത് വന്നിട്ടില്ല. എത്ര സമയം കൂടുമ്പോൾ ഇത് വരും? അത് പറയാൻ പറ്റില്ല. ഏത് സമയത്തും വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കായിരിക്കും, ചിലപ്പോൾ ഈ നിൽക്കുന്ന നിൽപ്പിലായിരിക്കും വരുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. 2 ആഴ്ചയായിട്ട് വന്നിട്ടേ ഇല്ല. സാധാരണ എത്ര ദിവസം കൂടുമ്പോൾ വരാൻ സാധ്യത? ഡെയിലി ചിലപ്പോൾ 4-5 വട്ടമൊക്കെ വന്നിട്ടുണ്ടിരിക്കും. ഒരു ദിവസത്തിൽ 4-5 വട്ടം വന്നുകൊണ്ടിരുന്നതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം 2 ആഴ്ചയായിട്ട് ഇതുവരെ ഇത് വന്നിട്ടില്ല. അദ്ദേഹം 2 മാസമായിട്ട് ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിട്ടേ ഇല്ലായിരുന്നു. എന്നെ സഹായിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ സ്ത്രീയിലിരിക്കുന്നത്. അപ്പം കട്ടിലിൽ തന്നെ കിടപ്പായിരുന്നു, ഒരേ കിടപ്പായിരുന്നു. എഴുന്നേറ്റ തല കറങ്ങി താഴെ വീഴും. ഇങ്ങനെ കിടന്ന ഇരിപ്പിൽ തന്നെ തല ഇങ്ങനെ കറങ്ങാണ്ടിരുന്നു. ലോകം മൊത്തം കറക്കമെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്തായാലും ദൈവം അത്ഭുതകരമായൊരു വിടുതൽ ഈ ശുശ്രൂഷയിലൂടെ നൽകി. പരിശുദ്ധാത്മാ തൊട്ട് സൗഖ്യമാക്കി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇരുട്ട് മാറി, ഭയങ്കര ഇരുട്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഒരു സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരാളെന്ന് പറയുന്ന മദ്യം കയ്യിൽ തോന്നാൻ പാടില്ല, അതുകൊണ്ട് മദ്യത്തൊട്ട് പോരുതും. ആരോ ഒരു ദൈവം വന്ന് പറയുന്നു. ദൈവം വന്ന് പറയുന്ന പോലെ തോന്നി. ഒരു വെളിച്ചം വന്നവരെ തോന്നി. ദൈവം പറഞ്ഞിട്ടും മദ്യം കുടിക്കാൻ പോകുന്നതോ? ഇല്ല. വേണ്ട. എത്ര വർഷമായിട്ട് കുടിക്കുന്നുണ്ട്? കുടി തുടങ്ങിട്ട് കൊച്ചുനാൾ വരെ കുടി തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി. ഇപ്പം ഞാൻ അഗ്നിജ്വാലയാണ് കണ്ടത്. ഇപ്പം ശരീരത്തിനൊക്കെ ഭയങ്കര ഈ കാലിനൊക്കെ പിരിവിരാന്ന് പറഞ്ഞുകൊണ്ടൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥനയ്ക്ക് വന്ന് ഇപ്പം ആ ഒരു മരവിപ്പങ്ങ് മാറി. ഹല്ലേലൂയ. നല്ലൊരു വെട്ടം കണ്ണിലോട്ടടിച്ചു. ഉണ്ണി മന്നവരുതി ഒരു നല്ല വെളിച്ചം വന്നു. എത്ര പേര്? നല്ല പ്രകാശമായിരുന്നു. എന്തോ വിഷയം കുഞ്ഞിൻ്റെ ഇപ്പം മനസ്സിൽ സന്തോഷം. ഹല്ലേലൂയ. എന്താ അനുഭവപ്പെട്ട? സുഖം, നല്ല ആശ്വാസം. ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് അനുഭവപ്പെടുകയും ചെയ്തു?
അനുഗ്രഹം ഈശ്വരൻ. കണ്ണടച്ച്. നിങ്ങൾ പുറകെ നിൽക്കണം, സൈഡിൽ നിന്നാൽ പോലെ. ചെവി കൂടെ ഇങ്ങനെ ഏതോ കാറ്റ് പോകുന്നത് പോലെ, പിന്നെ മൊത്തം ബോഡി ഒന്ന് വൈബ്രേറ്റ് ആയി, നല്ല ഭാരം കുറഞ്ഞതുപോലെ. വിഷയമാവുന്നത് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, വേറെ പല അസ്വസ്ഥ. എവിടുന്നാണ് വരുന്നത്? പൂനെന്നാണ് വരുന്നത്. ഇപ്പം നല്ലൊരു റിഫ്രഷ് ആയിട്ട്, മൈൻഡെല്ലാം ക്ലീൻ ആയിട്ടുമല്ല. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനാണ്. ശിവന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും അഴിയുന്നു. എനിക്കൊരു കറുത്ത ഏതോ എൻ്റെ തലേന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. എന്നിട്ട് കറുത്ത ഒരു വലിയൊരു ഗോള് മാതിരി എന്തോ. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല പ്രകാശം ഇങ്ങോട്ട് അടിച്ചു വരുന്നതേ ഉള്ളൂ. അന്നേരം ഞാൻ കണ്ണു തുറന്നു. അഗ്നിയായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഇവളുടെ മേലെ വ്യാപരിക്കും. യേശുദാസൻ, അഷ്ടമുടിയിൽ നിന്ന്. എനിക്ക് തോന്നുന്ന നേരം നിൽക്കാൻ പറ്റത്തില്ല, നടുവേദന കൂടും. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം ഇത്രയും നേരം നിന്നിട്ടും വലിയ കുഴപ്പം പറയാനില്ല. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഇവൻ്റെ മേൽ വ്യാപരിക്കണം. ഇപ്പം നല്ല വെട്ടം പോലെ തോന്നി. ഉള്ളിൻ്റെ ഒരു വിമിഷ്ടം മാറി. എനിക്ക് പല അസുഖങ്ങളുണ്ട്. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഷുഗർ, കിഡ്നി സ്റ്റോണ്, എൻ്റെ പോര് വഴിയിൽ കുന്നത്തൂർ. അങ്ങനെ അസ്ഥിക്ക് പ്രശ്നം, എനിക്ക് നടക്കാൻ വയ്യ. വേറെ ഗുളിക എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്താ തോന്നി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്? എനിക്കിപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. ഇത്രയൊന്നും ഞാൻ നിന്നിട്ടില്ല. നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. കസേരയിൽ പോലും ഇത്ര നേരം എനിക്കിരിക്കാം. എത്ര സമയം നിൽക്കാൻ പറ്റും? ഒരു 5-10 മിനിറ്റൊക്കെ. ഇപ്പം വലിയ കുഴപ്പമില്ല. അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇപ്പം. ഹല്ലേലൂയ. പേരെന്തോ? ആൻഡ്രേ തോമസ്. എവിടുന്നാ വരുന്നത്? കൊളത്തങ്കൽ. എന്താ അനുഭവപ്പെട്ടത്? ഒരു ബ്ലൂ വെളിച്ചം. ഇന്ന് മുഴുവൻ നീല വെളിച്ചമാണ്. എന്നിട്ട് എന്തായിരുന്നു? വയറുവേദന കുറേ നാളായിട്ടുണ്ട്. ഒരു വർഷമായിട്ട്, 2-4 വർഷം കൊണ്ടുണ്ട്. വർഷമായിട്ട് വയറുവേദന. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്. സ്കാൻ ചെയ്താൽ. ഇപ്പം എന്താ മോളെ അനുഭവപ്പെട്ടത്? ഒരു ബ്ലൂ വെളിച്ചം എങ്ങോട്ട് വന്നു? കണ്ണിലോട്ട്. അങ്ങനെ നിന്നു. അത് കുറച്ചു നേരം കേട്ട് പറയുന്നതാണോ അതോ അല്ല? അല്ല, ഉറപ്പാണ്. എത്ര വലിയ വെളിച്ചമാണ്? കുറെ. ഇപ്പം എന്താ തോന്നുന്നു? ഇപ്പം ഒന്നുമില്ല. വയറുവേദന എപ്പോഴേക്കാ വരുന്നത്? സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അതോ രാവിലെയും രാത്രിയിലും? രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്താണോ വരുന്നത്? അല്ല, രാവിലെ എണ്ണിക്കുമ്പോഴൊക്കെ വരും. അപ്പം ഇനി വയറുവേദന വന്നില്ല അടുത്ത ആഴ്ച ഇവിടെ ഒന്ന് സാക്ഷ്യം പറയൂ. പറയാം. ഇപ്പം ആ ഇരുട്ടില്ലായിരുന്നു. ഈ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഇരുട്ടായിരുന്നു. ഇപ്പം ചെറിയൊരു വെട്ടം പോലെ. കണ്ണടച്ച്. എന്താ പേടി? അറിയത്തില്ല. നീ എന്താ വിഷയത്തിനാ? പഠിക്കാൻ വേണ്ടി. എന്താ പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞു. അപ്പം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. എന്ത് പേടിയാ നിനക്ക് തോന്നുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ പപ്പയെ കാണണമെന്ന് തോന്നുന്നു. പപ്പ ഇവിടെ ഉണ്ട്. പപ്പ ഞങ്ങളുടെ കണ്ണടച്ച് നല്ലോണം പ്രാർത്ഥിച്ച് കൈ പോയിട്ട് എല്ലാവരും അടിച്ച് പ്രാർത്ഥിച്ച്. അഗ്നിയായ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവളുടെ മേൽ വ്യാപരിക്കട്ടെ. എന്താ പേരെന്താ? അനുഷ്. എവിടുന്ന വരുന്നത്? ഞാൻ നെടിയവിള. എന്താ പ്രാർത്ഥിച്ചപ്പോൾ അനുഭവപ്പെട്ടെ? എനിക്കൊരു നീലപ്രകാശം കണ്ടു. നീലപ്രകാശം കണ്ടു. എത്ര വലിയ പ്രകാശം? ഇവിടെ ഞാൻ ആദ്യം നിന്നപ്പോൾ എനിക്ക് മഞ്ഞ ലൈറ്റിൻ്റെ ആ ഒരു ഇതായിരുന്നുണ്ട്. പക്ഷേ ഞാൻ താഴോട്ട് വീഴുന്നതിന് മുമ്പ് ഫുൾ ബ്ലാക്ക് ഡൗട്ട് ആവുന്നതിൻ്റെ കൂട്ട് ഫുൾ ആദ്യം ഒരു കറുപ്പും നീലയും കലർന്നായിരുന്നു. പിന്നെ രണ്ടാമത് വർഷപ്പം ഫുൾ നീലപ്രകാശം പോലെയായിരുന്നു കണ്ടത്. കുറച്ച് നേരത്തേക്കൊന്നും. എന്താ വിഷയമാവുന്നേ? ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും പഠിക്കുമ്പോൾ ഏകാഗ്രത കിട്ടാത്തതിൻ്റെ ആയിട്ടും. എന്താ പഠിക്കുന്നത്? ഞാനിപ്പോൾ MBAക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം ബേസിക് ഞാൻ ചെയ്തത് ഫുഡ് ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പോർഷൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ദൈവം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളേ അല്ലല്ലോ. പിന്നെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. എപ്പോഴും അതിൻ്റെതായ പേടിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പം എന്താ പഠിക്കുന്നത്? ഇപ്പം ഞാൻ MBAക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ട്. നീലപ്രകാശം എത്ര വലിയ പ്രകാശം? അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വെളിച്ചം ദേഹത്തോട്ടടിക്കുന്നു. എന്തോ തോന്നുന്നു? സുഖം തോന്നുന്നു. ഹല്ലേലൂയ.
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ ഭൂമുഖത്ത് ആയിരിക്കുന്നത് ഞങ്ങളുടെ നന്മ കൊണ്ടോ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ ദൈവപ്രവൃത്തികൾ കൊണ്ടോ അല്ല. ദൈവത്തിന് ഞങ്ങളോടുള്ള കരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഭൂമിയുടെ ഭൂമുഖത്തായിരിക്കുന്നത്. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അനേകർ പട്ടുപോയ സ്ഥാനത്ത്, അനേകർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ സ്ഥാനത്ത്, അനേകരുടെ ജീവിതം അവർക്ക് ലക്ഷ്യമില്ലാതെ അവർ ജീവിച്ചപ്പോൾ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കരങ്ങളിൽ വഹിച്ച ദൈവമാകിയാൽ സ്തോത്രമപ്പാ. ഇന്ന് ഈ പ്രോഗ്രാമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അഗ്നിയായതിന് മക്കളുടെ മേൽ ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ ശത്രു ഇട്ടിരിക്കുന്ന സകല ഭാരങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു കളയുന്നു. കർത്താവെ, നീ സകലത്തിനും മതിയായവനാകും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഇപ്പോൾ വേദനയോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹാശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിൻ്റെ മക്കൾ പുത്രനെ വെളിപ്പെടുത്തണമേ. ഇപ്പോൾ രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പലവിധമായ ഭാരങ്ങൾ, രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങളിലായിരിക്കുന്നവരുമേ ദൈവശക്തി അയക്കണമേ അപ്പാ. ആശുപത്രികളിൽ നിന്ന് തള്ളപ്പെട്ട ചില രോഗികൾ, ജീവിതത്തിൽ മരണത്തെ നോക്കി കിടക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ട്യൂമർ വിട്ടുമാറട്ടെ, അലർജി വിട്ടുമാറട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് വേണ്ടി കർത്താവേ അവിടെ വഴികൾ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പരീക്ഷ എഴുതുന്ന വ്യക്തികളെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ജയം അവർക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അവർക്ക് വേണ്ട വഴികൾ തുറക്കപ്പെടട്ടെ. അവരുടെ നന്മയെ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക അടിമത്വത്തിലായിരിക്കുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.